നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ കൊല്ലം സെന്റർ 1 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ച് പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിന് യോഗം ചേർന്നു. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ആൽഫ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു ആൽഫയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചു. ലോക പാലിയേറ്റീവ് കെയർ ദിനാചരണ വാക്കത്തോൺ വിജയിപ്പിക്കുന്നതിനായി നടത്തിയ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് SAPC ജില്ലാ കോർഡിനേറ്റർ അക്ഷയ് ബാബുവിനെ പൊന്നാടയണിയിച്ചും മെമന്റോ നൽകിയും സെന്റർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് തങ്ങളും സെക്രട്ടറി ബിന്ദു സാജനും ചേർന്ന് ആദരിച്ചു. ഡോക്ടർ ശ്രീജി അഭിലാഷ് CL, അൻസാരി സെയിൻ, ഡോക്ടർ അനിരുദ്ധൻ, ശ്യാം സുന്ദർലാൽ, MA സിദ്ദിഖ്, ഷീബ റോയിച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. സെന്ററിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം വിപുലമായ പരിപാടികളോട് ഡിസംബർ 27 നടത്താൻ തീരുമാനിച്ചു. കൽപ്പറ്റ NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആൽഫ കൽപ്പറ്റ സെന്റർ സെക്രട്ടറി M വേലായുധൻ ക്ലാസ് എടുത്തു. തുടർന്ന് ആരിഷ് ക്ലബിന്റെ ഉദ്ഘാടനം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ സക്കീർ VP നിർവഹിച്ചു. വാക്കത്തോണിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും സ്കൂളിന് മെമന്റോയും വിതരണം ചെയ്തു. സ്കൂൾ കോർഡിനേറ്റർ സിന്ധു ടീച്ചർ, വിദ്യാർത്ഥി പ്രതിനിധി മീര കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ആൽഫ ഒല്ലൂർ സെന്റർ ഫിസിയോതെറാപ്പി വിഭാഗത്തിൽ പരിചരണത്തിലുള്ളവരുമൊത്ത് വിനോദയാത്ര സംഘടിപ്പിച്ചു. കാക്കാത്തുരുത്തി സീഷോർ ഫാം, വലപ്പാട് ബീച്ച്, ആൽഫ തറവാട് എന്നിവിടങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. ആൽഫ തറവാട്ടിലെത്തിയ സംഘം ഉപാസനയിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും കെയർ ഹോം, ഡയാലിസിസ്, കിടത്തി ചികിത്സാ വിഭാഗം എന്നിവ സന്ദർശിച്ചു. പ്രസിഡന്റ് ബാബു പാനിക്കുളം, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജോൺസൺ, ആൻഡോ, ഫിസിയോതെറാപ്പിസ്റ്റ് അനു, സിസ്റ്റർ പ്രീതി, വത്സല, നിമ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.